വ്യൂവേഴ്സ് എല്ലാവർക്കും നമസ്കാരം. മൗനരാഗം സീരിയലിന്റെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തുകൂടെ സപ്പോർട്ട് ചെയ്തേക്കണം. നേരെ നമുക്ക് കിരണിൻ്റെയും കല്യാണിയുടെയും ഒക്കെ നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ നമ്മുടെ രൂപയും രാഹുലും തമ്മിൽ ഒരു ഡീലങ്ങ് ഉറപ്പിക്കുക. 2 കോടി രൂപ 2 കോടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ രൂപ ബഗാസുറിൻ്റെ കയ്യിലേക്ക് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഏട്ടാ ഇത് മറ്റാരും അറിയരുത്, എൻ്റെ മക്കൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഏട്ടനെ അറിയാമല്ലോ. എന്തായാലും നീ എന്നെ സഹായിച്ചല്ലോ. എൻ്റെ മോളുടെ ജീവിതത്തിൽ നിന്ന് മനോഹർ പോയി കഴിഞ്ഞാൽ അവൾ ആകെ മൊത്തം തകരുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയം ഇല്ലടി. അതുകൊണ്ട് നീ എൻ്റെ മോൾക്ക് ഒരാശ്വാസമായിട്ട് അവളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവണമെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഏട്ടാ, ഞാനുണ്ടാവും, നമ്മുടെ സരിയും അല്ലേ എന്നൊക്കെ പറഞ്ഞ് വലിയ കാര്യത്തിന് ആങ്ങളെ യാത്രയാക്കുക. അതിനുശേഷമാണെങ്കിൽ രൂപ നേരെ പോകുന്നത് നമ്മുടെ കിരണിനെ കാണാനാ. അപ്പൊ കിരണിന്റെ അടുത്ത് ചെന്നു, മോനെ നീ പറഞ്ഞിട്ടാ ഞാൻ ആ പൈസയൊക്കെ കൊടുത്തിരിക്കുന്നത്. എന്തായാലും മോൻ വേണ്ടുന്ന രീതിയിലൊക്കെ കാര്യങ്ങൾ ഡീൽ ചെയ്തോണം. 2 കോടി രൂപയാടാ കൊടുത്തിരിക്കുന്നതെന്ന് കൂടി പറഞ്ഞു. ആയിക്കോട്ടെ, എന്തായാലും അയാളിപ്പോൾ ആ പണവുമായിട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. ഞാൻ വേഗം നിന്നെ വന്ന് കണ്ട് കാര്യങ്ങൾ പറഞ്ഞു എന്നേ ഉള്ളൂ എന്നും പറഞ്ഞ് രൂപ അവിടുന്ന് പോവുക. ഈ സമയമാണെങ്കിൽ ബഗാസുരൻ 2 കോടി കിട്ടിയ സന്തോഷത്തിൽ അങ്ങ് ഇരിക്കുക. അപ്പം എന്തായാലും 2 കോടിയാണ് ഇപ്പം നമ്മുടെ മനുവിനോട് പറഞ്ഞിരിക്കുന്നത്. അവൻ എങ്ങനെയെങ്കിലും ഒരു കോടിയിൽ ഒതുക്കണം. ഇനി പണ്ടാരം പിടിക്കാനായിട്ട് ശരിക്കും പറഞ്ഞാൽ 2 കോടി കൊടുക്കേണ്ടി വന്നാലും നമ്മുടെ ബഗാസുരന് എങ്ങനെയെങ്കിലും സരുവിൻ്റെ ജീവിതത്തിൽ നിന്ന് മനുവിനെ അങ്ങോട്ട് അകറ്റി മാറ്റിയാൽ മാത്രം മതി. അതിനു വേണ്ടിയിട്ട് ആശാൻ അങ്ങ് ഇറങ്ങിത്തിരിക്കുക. പോകുന്ന വഴിക്ക് മനുവിനെ വിളിച്ചു, എടാ എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്താണോ കാശ് ശരിയായോ എന്ന് ചോദിക്കുക. ആ കാശൊക്കെ ശരിയായിട്ടുണ്ട്. ഇത്ര പെട്ടെന്നോ? അപ്പം ഞാൻ ഇന്ന് തന്നെ ഈ നാട് വിടണമെന്നാണോ താൻ പറയുന്നത്? അതെ, നീ ഇന്ന് തന്നെ പോകാൻ പറ്റുകയാണെങ്കിൽ ഇന്ന് തന്നെ പോകണം. അല്ലെങ്കിൽ ഇതേ ഞാൻ ഈ പണം തന്നു കഴിഞ്ഞാൽ 2 ദിവസത്തിനുള്ളിൽ നീ ഈ നാട് വിട്ടിരിക്കണമെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ താൻ എവിടെയാ ഉള്ളത്? ഞാൻ അങ്ങോട്ട് വരാമെന്ന് പറഞ്ഞ് മനു സ്ഥലമൊക്കെ അന്വേഷിക്കുക. ഈ സമയമാണെങ്കിൽ ബഗാസുരൻ പറഞ്ഞു, നീ ഉള്ള ഇടം പറയും, ഞാൻ അങ്ങോട്ട് വരാം, അതായിരിക്കുമല്ലോ സേഫ്. അങ്ങനെ ഇവര് അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെ ഉള്ള എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു. ഈ സമയമാണെങ്കിൽ നമ്മുടെ മനുവിൻ്റെ ഒപ്പം സനലും ഉണ്ട്. സനലാണെങ്കിൽ, എടാ അപ്പം അയാൾ കാശ് തരാമെന്ന് പറഞ്ഞത് ശരി തന്നെയാണല്ലേ? എന്തായാലും എൻ്റെ പൊന്നു മോനെ, നിൻ്റെ അമ്മായിയപ്പനായതുകൊണ്ട് ഞാനത് അത്ര കണ്ടങ്ങ് വിശ്വസിച്ചില്ലായിരുന്നു. എന്തായാലും അയാൾ കാശ് തരാമെന്ന് പറഞ്ഞല്ലോ, അത് തന്നെ വലിയൊരു സമാധാനമുള്ള കാര്യമാണ്. അപ്പം നീ പറഞ്ഞതുപോലെ 25 50 ലക്ഷമൊക്കെ എനിക്കും കൂടി തന്നേക്കണേ. 2 കോടിയല്ലേ നിനക്ക് കിട്ടാൻ പോകുന്നത്. എടാ ആദ്യം അയാൾ കാശ് എന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കട്ടെ, അതിനുശേഷം നമുക്ക് തീരുമാനിക്കാം. അയാൾ നല്ല 1-ാം തരം താപ്പാനയാണ്, നിനക്കറിയാലോ. സ്വന്തം പെങ്ങളെ ചതിച്ച്, അതും വർഷങ്ങളോളം ചതിച്ച് അവളുടെ ജീവിതം തകർത്തുകൊണ്ട് അയാൾ സ്വന്തം സുഖം മാത്രം നോക്കി ജീവിച്ചവനാ. അതുകൊണ്ട് ഇവനെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് നമ്മുടെ മനു സനലിനെ ഓർമ്മിപ്പിക്കുക. ആ അത് ശരി തന്നെയാ, എന്നാലും നമുക്കിവിടെ വെയിറ്റ് ചെയ്യാന്ന് പറഞ്ഞ് അവർ 2 പേരും അവിടെ വെയിറ്റ് ചെയ്യുക. ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ കാർത്തികയും ലക്ഷ്മിയുമാണ്. 2 പേരും കൂടി ഒരു റെസ്റ്റോറൻറ്റിൽ ഇരുന്ന് പ്രകാശന്റെ കാര്യങ്ങളൊക്കെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അമ്മയാണെന്ന് വിചാരിച്ചുകൊണ്ട് ആ മണ്ടം പോയിട്ട് നമ്മുടെ ആ ഒരു മേഡം ഉണ്ടല്ലോ, അമ്മയുടെ അതേ പേരുള്ള ആ മേഡത്തിൻ്റെ വീട്ടിൽ ചെന്നു. അവരുടെ DYSPയുടെ ഭാര്യയാണെന്നുള്ള കാര്യം ആ പൊട്ടൻ അറിയില്ലായിരുന്നു. അങ്ങനെ അദ്ദേഹം കറക്റ്റ് സമയത്ത് വന്നിട്ട് പ്രകാശനെ കൈയോടുകൂടി പിടിച്ചുകൊണ്ട് പോയി. അങ്ങനെ ലോക്കപ്പിലൊക്കെ കൊണ്ടുപോയി നല്ല മർദ്ദനമൊക്കെ കഴിഞ്ഞ് വന്നിരിക്കുന്നത്. ഇപ്പോഴാണെങ്കിലോ അമ്മേനെ ഇനി കല്യാണ ദിവസം മാത്രം കണ്ടാൽ മതി എന്നുള്ള ആ ഒരു തീരുമാനത്തിലെത്തി നിൽക്കുക. അപ്പം ആ കാര്യങ്ങൾ ഇവർ സംസാരിക്കുന്ന സമയത്ത്, അല്ല മോളെ, നമ്മൾ അപ്പം എന്തൊക്കെ രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകേണ്ടത്? ഇനി അധിക ദിവസം ഇല്ലല്ലോ, 2-3 ദിവസത്തിനുള്ളിൽ പ്രകാശനും ഞാനും തമ്മിലുള്ള കല്യാണം നടക്കുമെന്നും പറഞ്ഞ് ആ പൊട്ടൻ സ്വപ്നം കണ്ടിരിക്കുകയല്ലേ. അപ്പം എത്രയും പെട്ടെന്ന് തന്നെ അവൻ്റെ ആ ഒരു സ്വപ്ന കൂടാരം നമുക്ക് തകർത്തടിക്കണ്ടേന്ന് ചോദിക്കുക. അത് വേണം. അതിനു വേണ്ടിയിട്ട് എന്ത് റിസ്ക് പിടിക്കാനും കിരണും കല്യാണിയും ഒക്കെ നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഇന്ന് തന്നെ കിരണിൻ്റെയൊക്കെ വീട്ടിൽ ആ ബൈജു ഉണ്ടല്ലോ, ബൈജു പാർലറിൽ പോയ സമയത്ത് ഇയാൾ അവിടെ ഫേഷ്യൽ ചെയ്യാൻ ചെന്നെന്നും അവിടെ വെച്ച് 1-2 പറയുകയൊക്കെ ചെയ്തു. അപ്പം കല്യാണിയെയും കിരണിനെയും അതുപോലെ സോണിയെയും പിന്നെ ദീപാൻ്റിയെയും ഒക്കെ വിളിക്കണമെന്നും അവരെല്ലാവരും കണ്ണിറയെ പ്രകാശിൻ്റെ കല്യാണം കാണണമെന്നും ഒക്കെ അവിടെ വെച്ച് വെല്ലുവിളി നടത്തിയെന്നൊക്കെയാണ് ഞാൻ അറിഞ്ഞത്. അമ്മ എത്ര കിട്ടിയാലും അയാൾ പഠിക്കില്ല. അയാളിപ്പോൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്
ലക്ഷ്മി എന്ന് പറയുന്ന എൻ്റെ അമ്മ അയാളെ ജീവന് തുല്യം സ്നേഹിക്കുന്നുണ്ടെന്ന്. അതുകൊണ്ടാണല്ലോ 5 കോടി രൂപയൊക്കെ മുടക്കിയിട്ട് മുൻ ഭാര്യയായിരുന്ന ലക്ഷ്മി ഒതുക്കിയത്. അങ്ങനെ ആ പൊട്ടൻ സ്വപ്നങ്ങളൊക്കെ നെയ്ത് കൂട്ടിക്കൊണ്ടിരിക്കുക. ഇതൊന്നും സത്യമല്ലെന്നെങ്ങാനും അയാൾ അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും അയാൾക്ക് ഒരു അറ്റാക്ക് പ്രതീക്ഷിക്കാം. ഇപ്പം തന്നെ 2 എണ്ണം കഴിഞ്ഞതാ. അതുകൊണ്ട് അടുത്തത് വന്നു കഴിഞ്ഞാൽ അയാളുടെ കാര്യത്തിൽ ഒരു തീരുമാനമാകുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട. അല്ല മോളെ, അപ്പം നമുക്ക് ബാക്കി കാര്യങ്ങളെല്ലാം നമ്മൾ പ്ലാൻ ചെയ്തതുപോലെ തന്നെ നടപ്പാക്കാം. എന്തായാലും ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം എനിക്ക് മോളുടെ ചില കാര്യങ്ങൾ കിരണിനോടും കല്യാണിയോടും ഒക്കെ സംസാരിക്കാനായിട്ട്. അമ്മ, ഈ കാര്യങ്ങൾ നടത്തുന്നതിനോടൊപ്പം തന്നെ നമുക്ക് ആ വിക്രത്തിനെതിരെ ചില പദ്ധതികൾ കൂടി മെനയണം. വിക്രം അങ്ങനെ ഞെളിഞ്ഞ് പ്രകാശിന്റെ വലം കൈയായിട്ട് നടക്കുകയാണല്ലോ. എന്ത് വന്നാലും പ്രകാശിന് ഒരു കുലുക്കവും ഇല്ല. പക്ഷേ പ്രകാശൻ എന്ന് പറയുന്ന അച്ഛൻ കുലുങ്ങണമെങ്കിൽ വിക്രത്തിനെ തോണ്ടണം. വിക്രത്തിന് എന്തെങ്കിലും ഒരു അപകടം സംഭവിച്ചാൽ അയാൾ ഒരിക്കലും അത് കണ്ടു നിൽക്കില്ല. അയാൾക്ക് സഹിക്കാവുന്നതിലും അപ്പുറമാണ് വിക്രത്തിന് എന്തെങ്കിലും അപകടം സംഭവിച്ചാൽ. അതുകൊണ്ട് അയാളുടെ കണ്ണുനീര് കാണണമെങ്കിൽ നമ്മൾ ആ രീതിയിലൊക്കെ ചിന്തിക്കണമെന്ന് കൂടി കാർത്തിക പറഞ്ഞു. വേണ്ട കാര്യങ്ങളെല്ലാം വേണ്ടുന്ന സമയത്ത് തന്നെ നമുക്ക് നടപ്പാക്കാമെന്നും പറഞ്ഞ് അമ്മയും മോളും കൂടി അവിടെ ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പം നമ്മുടെ രൂപ വീണ്ടും പോയി കിരണിൻ്റെ അടുത്തു. അപ്പം കിരൺ ആണെങ്കിലോ, അമ്മ സമാധാനപ്പെട്, എന്തായാലും ഞാൻ എൻ്റെ ചില ആൾക്കാരെ അയാളുടെ അടുത്തേക്ക് വിട്ടിട്ടുണ്ട്. താമസിയാതെ അവരിങ്ങോട്ട് എത്തുകയും ചെയ്യും. അതുവരെ അമ്മ ഒന്ന് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു. ഈ സമയമാണെങ്കിലോ നമ്മളെ കാണിക്കുന്നത് നമ്മുടെ ബഗാസുരൻ മനോഹറുള്ള സ്ഥലത്തേക്ക് ഡ്രൈവ് ചെയ്ത് പോവാ. അങ്ങനെ നമ്മുടെ ബഗാസുരൻ്റെ വണ്ടിയും നമ്പറും ഒക്കെ കിരൺ പറഞ്ഞു കൊടുത്തതനുസരിച്ച് അവൻ്റെ ചില ഗുണ്ടകളൊക്കെ കൂടി ചേർന്ന് ആ വണ്ടി അങ്ങ് വളയുകയാണ്. വളഞ്ഞിട്ടാണെങ്കിലോ ബഗാസുരനാണെങ്കിൽ എടാ എന്ത് തോന്നിയാസ നീയൊക്കെ ഈ കാണിക്കുന്നത് അങ്ങനെ പറഞ്ഞ് പുള്ളിക്കാരൻ ദേഷ്യപ്പെട്ട് വണ്ടിയിൽ നിന്ന് വെളിയിലിറങ്ങുക. 2 കോടിയുടെ മുതലാണല്ലോ വണ്ടിയുടെ അകത്തുള്ളത്. അങ്ങനെ ആ ഗുണ്ടകളെല്ലാവരും കൂടി നമ്മുടെ രാഹുലിനെ അങ്ങ് പൊതിഞ്ഞു. രാഹുലാണെങ്കിലും ഇനി എന്ത് ചെയ്യും, താൻ ആകെ മൊത്തം പെട്ടല്ലോ എന്നുള്ള അവസ്ഥയിൽ അങ്ങനെ വിഷമിച്ച് നിൽക്കുക. ഈ സമയം അവന്മാർ 2-3 ഇടിയൊക്കെ കൊടുത്തിട്ട് രാഹുലിൻ്റെ കൈവശമുള്ള പെട്ടി അങ്ങ് തട്ടിയെടുത്തു. എടാ എൻ്റെ പണം തിരികെ താടാന്ന് പറഞ്ഞ് രാഹുൽ പുറകെ ഓടുന്നുണ്ടെങ്കിലും രാഹുലിനൊരു ആ പൈസ പോലും കൊടുക്കുന്നില്ല. അങ്ങനെ ആ കാശുമൊക്കെ ആയിട്ട് നമ്മുടെ കിരൺ പറഞ്ഞ സ്ഥലത്തേക്ക് ആ ഗുണ്ടകൾ വരിക. അവർ വന്നത് കിരണിനോട് സാറ് പറഞ്ഞ കാര്യം ഞങ്ങൾ വളരെ ഭംഗിയായിട്ട് നടപ്പാക്കിയിട്ടുണ്ട്. എന്തായാലും സാർ ഈ കാശങ്ങ് പിടിക്കെന്നും പറഞ്ഞ് ആ പെട്ടി എടുത്ത് കൊടുത്തു. അമ്മയുടെ കാശ് തിരികെ ഇപ്പം അമ്മയുടെ കയ്യിൽ വന്നല്ലോ. അമ്മ ബഗാസുരനെ സഹായിച്ചോന്ന് ചോദിച്ചാൽ സഹായിച്ചു. അമ്മയുടെ ആങ്ങളെ അത്രമാത്രം സ്നേഹിക്കുന്നുണ്ടല്ലോ. അതുകൊണ്ടാണല്ലോ മക്കളും ഭർത്താവും ഒന്നും അറിയാണ്ട് അമ്മ 2 കോടി രൂപ അയാൾക്ക് സഹായമായിട്ട് ചെയ്തത്. എന്തായാലും പ്രകാശനും അതുപോലെ ഇപ്പം എൻ്റെ അങ്കിളെന്ന് പറയുന്ന ആ വൃത്തികെട്ടവനും ഒക്കെ ഒരുപാട് അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. ഇപ്പം കാശ് പോയി മകളുടെ ജീവിതം കോഞ്ഞാട്ടയായി എന്നുള്ള അവസ്ഥയിൽ നമ്മുടെ രാഹുൽ അങ്ങനെ നിൽക്കുന്നതൊക്കെ കാണിക്കുക. എന്തായാലും പണം പോയതുകൊണ്ട് തന്നെ മനോഹർ എന്ന് പറയുന്ന പെരിച്ചാഴി അവിടെ നിന്നും പോകാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നാളത്തെ വിശേഷത്തിലുള്ളത്. ഡീറ്റെയിൽ വീഡിയോ ആയിട്ട് രാവിലെ വരുന്നതായിരിക്കും. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എപ്പോഴും പറയുന്നത് പോലെ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്.